അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. ഇതുണ്ടാക്കാൻ വേണ്ടി മുട്ട, നെയ്യ്, ഏലക്കായ്, മൈദ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പൊടിച്ച പഞ്ചസാര, ഉപ്പ് എന്നിവയാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കി എടുക്കാം. 14 ഉരുളകളാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇത് ചെറിയ പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നെയ്യ് പുരട്ടി കൊടുക്കുക. ഇതിൻ്റെ മേലെ വേറൊരു പത്തിരി വെച്ച് ഒട്ടിച്ച് വെക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യാം. വീണ്ടും പരത്തി വലിയ ചപ്പാത്തിയാക്കി വെക്കുക. ഈ ചൂടായ കല്ലിലിട്ട് വാട്ടിയെടുക്കാം. അധികം വേവിക്കണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി വാടിയതിന് ശേഷം ഇതിനെ രണ്ടാക്കി മാറ്റാം. ഇത് നേർത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത്. രണ്ടും കൂടി ഒന്നിച്ച് പരത്തുമ്പോൾ നല്ലോണം നേർത്ത് കിട്ടും. ഇനി ഇത് ഇങ്ങനെ മാറ്റി വെക്കാം. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും പൊരിച്ചെടുക്കാം. ഇനി ഇത് കോരി വെക്കാം. ഇനി ചിക്കി എടുക്കാനുള്ള മുട്ട പൊട്ടിച്ചെടുക്കാം. ഇതിനു വേണ്ടി 12 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ചെറിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതെങ്കിൽ നേരെ പകുതി സാധനം മതി. ഇനി ചൂടായ ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ച് ഇളക്കുക. ഇനി 1 ഗ്ലാസ് പഞ്ചസാര ഇടുക ഇതിലേക്ക്. എന്നിട്ട് ഇളക്കിയിട്ട് 1 സ്പൂൺ ഏലക്കായ് ഇട്ട ചിക്കി മാറ്റി വെക്കാം. ഇനി ചപ്പാത്തി മുക്കാനുള്ള മുട്ട എടുക്കാം. അതിനും 12 മുട്ട തന്നെയാണ് എടുക്കുന്നത്. ഇത് ചെറുതാണ് ആക്കുന്നതെങ്കിൽ ഇത്രയും മുട്ട എടുക്കണ്ട, നേരെ പകുതി എടുത്താൽ മതി. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് പഞ്ചസാരയും ഇട്ട് ഇളക്കി കൊടുക്കാം. 1 സ്പൂൺ ഏലക്കായും ഇട്ട് കൊടുക്കാം. ഇനി ചപ്പാത്തി ഇതിൽ മുക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് സെറ്റാക്കി വെക്കാം. ചിക്കി വെച്ച മുട്ടയും പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മേലേക്ക് ഇട്ട് ലെയറായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ടും ചെയ്യാം. ഇനി ബാക്കി വന്ന മുട്ട ഇതിലേക്ക് ഒഴിക്കാം. മേലെ ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കസ്കസ് ഇട്ട് കൊടുക്കുക.
ഒരു 3 സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചൂടായ കല്ലിൻ്റെ മേലേക്ക് എടുത്തു വെക്കാം. നേരിട്ട് തീ വേണ്ട, ചൂടായ കല്ലിൻ്റെ മേലേക്ക് വെച്ചാൽ മതി. അരമണിക്കൂർ ഇത് വേവിക്കണം. ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം.